നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചേരൂ, ഇപ്പൊ തലവേദനയുണ്ടോ? കുറവുണ്ട് ചേച്ചി. ചേച്ചിക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ദേഷ്യം തോന്നിയിട്ട് എന്താ മോളെ കാര്യം? നിന്റെ അവസ്ഥ കൊണ്ട് നിനക്കങ്ങനെ പറയേണ്ടി വന്നതല്ലേ. ഇതുവരെ നമ്മുടെ അച്ഛനിൽ നിന്ന് ഒരു കാര്യം മറച്ചു വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ ആ മുഖത്ത് നോക്കി കള്ളം പറയേണ്ടി വന്നല്ലോ. അതിന്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ ചേച്ചിക്ക്. നമ്മളിനി എന്ത് ചെയ്യും ചേച്ചി? ഇനി എന്റെ ഓരോ ചലനവും എല്ലാരും ശ്രദ്ധിക്കും. ഈ ഭാരം ഞാൻ എങ്ങനെ ഇറക്കി വെക്കും? എനിക്കറിയത്തില്ല ചേരു. ആ വിനയൻ ഇനി ഇത് തെളിയിക്കാൻ വേണ്ടി ഏതു മാർഗവും സ്വീകരിക്കില്ലേ? ഇനി ദൈവമായിട്ടൊരു വഴി ഉണ്ടാക്കി തന്നാലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഓരോരുത്തരുടെ കുഞ്ഞിന് വേണ്ടി എന്തുമാത്രം ആശിക്കുന്നു. പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തിയിട്ടും കുഞ്ഞുങ്ങളില്ലാതെ ദുഃഖിച്ചു കഴിയുന്ന എത്രയോ പേരുണ്ട് നമ്മുടെ നാട്ടിൽ. എന്റെ ഉള്ളിൽ ഈ ജീവനെടുത്ത് അവർക്ക് ആർക്കെങ്കിലും കൊടുത്തൂടെ ദൈവമേ? ദൈവം നിന്നെ പരീക്ഷിക്കാൻ മോളെ. നിന്റെ വയറ്റിൽ വളരുന്ന ജീവന് ജനിക്കാൻ യോഗം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് കൂടുതൽ വെച്ച് താമസിപ്പിക്കാതെ എല്ലാ അച്ഛനോട് തുറന്നു പറയുന്നതായിരിക്കും നല്ലത്. ചേച്ചി വേണ്ട, അങ്ങനെ പറയല്ലേ. അതിന് ഭേദം ഞാൻ തന്നെ അങ്ങ് ഇല്ലാതാവുന്നതായിരിക്കും. ഏയ്, വേണ്ടാത്തൊന്നും പറയണ്ട. എന്ത് വന്നാലും നിന്റെ ഒപ്പം ഞാനും ഉണ്ടാവും. അതുപോലെ നിനക്ക്. ഇതെന്താ, നിങ്ങളിപ്പോഴും വിനയം വന്നു പോയതിന്റെ സങ്കടത്തിലിരിക്കുകയാണോ? എന്റെ ചീരു, അവൻ ഇനി ഈ വീടിന്റെ പരിസരത്ത് വരില്ല. പിന്നെ എന്തിനാ നീ പേടിക്കുന്നേ? ഇല്ല ചേച്ചി, പേടിയൊന്നുമില്ല. അയാള് വന്നത് എല്ലാവർക്കും ഒരു ഷോക്കായല്ലോ, അതിന്റെ ഒരു വിഷമം. എടി, നിന്നെ കണ്ട നീ വേറെന്തൊക്കെയോ ഭയക്കുന്ന മാതിരി ഉണ്ടല്ലോ. ആ, ഞാൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രണ്ടുപേരും ചെന്നെടുത്ത് കുടിക്ക്. ചേച്ചി, അമ്പിളി ചേച്ചിക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഏയ്, അങ്ങനെയുണ്ടെങ്കിൽ ചേച്ചി വിനയനോട് അത്ര രൂക്ഷമായിട്ട് പറയില്ലല്ലോ. ഈ നിമിഷം വരെ എല്ലാവരും നമ്മുടെ വാക്ക് വിശ്വസിച്ചായിരിക്കുന്നത്. അടുത്ത നിമിഷം എന്താവുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. മോള് വാ, നമുക്ക് അങ്ങോട്ട് ചെല്ലാം. അച്ഛാ, എന്താ മോളെ? അവൻ വന്ന് എന്തോ ഭ്രാന്ത് വിളിച്ചു പറഞ്ഞതിന് അച്ഛനെതിരെ ഇങ്ങനെ വിഷമിക്കുന്നേ?
അത് കഴിഞ്ഞില്ലേ അച്ഛാ? ഇല്ലമ്പിടി, ഒന്നും കഴിഞ്ഞിട്ടില്ല. വീണ്ടും ഒന്നേന്ന് തുടങ്ങാൻ പോകുന്നതായിട്ടാ അച്ഛന് തോന്നുന്നത്. അതെന്താ അച്ഛാ? വിനയം പറഞ്ഞതില് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? ഏയ്, അതെന്തിനാ അങ്ങനെ ഒരു തോന്നൽ? ചീരുവും അനുവും എന്നോട് കള്ളം പറയൂ അമ്പിളി. അതല്ലച്ച, ഒരു മകൾക്ക് എല്ലാ കാര്യങ്ങളും അച്ഛനോട് തുറന്നു പറയാൻ പറ്റണമെന്നില്ല, പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങള്. 2-3 ദിവസമായി ചീരു അനുവും സരോജിനി ആന്റിയും ഒക്കെ എന്തൊക്കെയോ രഹസ്യം പറച്ചിലുകൾ നടത്തുന്നുണ്ട്. ഇപ്പോഴും അനുവും ചീരും എന്തോ ടെൻഷനില് എന്തൊക്കെയോ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്നെ കണ്ടപ്പോഴേക്കും സംസാരം നിർത്തിയച്ച. അതൊക്കെ നിന്റെ തോന്നലാ അമ്പിളി. വിനയം പറഞ്ഞതിൽ ഒരു സത്യമില്ലാന്ന് ചീരുവിന്റെ അനുവിന്റെയും ഇപ്പോഴത്തെ പ്രതികരണം കണ്ടാൽ തന്നെ അറിയാം. അത് നിനക്കും ബോധ്യപ്പെട്ടതുകൊണ്ടല്ലേ നീ വിനയനെ ആട്ടി പുറത്താക്കിയത്? അത് പിന്നെ എന്റെ അനിയത്തിമാരെ ആരെങ്കിലും വേദനിപ്പിച്ചാ എനിക്കത് സഹിക്കുവച്ചാ. വിനയനെ ഇനി ഒരിക്കലും നമ്മള് ഇങ്ങോട്ട് അടുപ്പിക്കില്ല. എങ്കിലും ചീരുവിന്റെ കാര്യത്തില് ഒരു വ്യക്തത അച്ഛൻ വരുത്തണം. എങ്ങനെ? അച്ഛൻ സരോജിനി ആന്റിയെ വിളിച്ച് ഒന്ന് ചോദിച്ചാ മതി, ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ ഉണ്ടായെന്ന്. അച്ഛൻ ചോദിച്ചാ ആന്റി ഒന്നും മറച്ചു വെക്കാൻ വഴിയില്ല. അത് വേണ്ട അമ്പിളി. എന്റെ മകളിൽ എനിക്ക് വിശ്വാസം ഇല്ലാത്തതുപോലെ ആവോ അത്. തൽക്കാലം നീ അത് വിട്ടുകള. എന്റെ മക്കൾ ആരും എന്നെ വിളിച്ച് ഒരു കാര്യവും ചെയ്യില്ല എന്ന് തന്നെയാ എന്റെ വിശ്വാസം. ശരി, അച്ഛന്റെ വിശ്വാസം അച്ഛനെ രക്ഷിക്കട്ടെ, അല്ലാതെ ഞാനെന്ത് പറയാനാ. അച്ഛാ, ചീരു അനുവും കള്ളത്തരം കാണിക്കുന്നുള്ള അഭിപ്രായമൊന്നും എനിക്കുമില്ല. പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിന്റെ പേരില് അവർക്ക് എന്തെങ്കിലും അച്ഛനിൽ നിന്ന് മറച്ചു വെക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നാളെ അച്ഛനതൊരു ഷോക്കായി പോവരുതെന്നേ എനിക്കുള്ളൂ. എന്താ ഇത്? കേറി വരുന്നതിന് ഒരു മാനേഴ്സ് ഒക്കെ വേണ്ടേ? ഞാൻ ഡോക്ടറുടെ മുറിയിലേക്കല്ലേ കയറി വന്നത്, അല്ലാതെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഒന്നുമല്ലോ. എന്താ ഇയാൾക്ക് വേണ്ടത്? ഡോക്ടർ മുറിയിൽ ആർക്ക് എപ്പോ വേണമെങ്കിലും കേറി വരാന്നാണോ? സോറി ഡോക്ടർ, ഞാൻ കുറച്ച് ടെൻഷനില്ല, അതുകൊണ്ട് പറ്റിയതാ. എന്നെ ഡോക്ടർ ഒന്ന് സഹായിക്കണം. നിങ്ങൾ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. എങ്കിൽ ഇറങ്ങി പോണം, അല്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റിയെ വിളിക്കും. കിടന്ന് ചാടാതെ സിസ്റ്ററെ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ഡോക്ടറോട് സംസാരിച്ചിട്ടേ പോവൂ. സിസ്റ്റർ, എന്താ നിങ്ങളുടെ പ്രശ്നം? ഡോക്ടർ, ഞാൻ ചിലങ്കയുടെ വീട്ടിൽ പോയി സംസാരിച്ചു. പക്ഷേ അവളിപ്പോ പ്രഗ്നന്റ് ആണെന്ന് പോലും സമ്മതിക്കുന്നില്ല ഡോക്ടർ. എന്നെ ഒന്നും അറിയിക്കാതെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിരുന്നു ഡോക്ടറെ അവളുടെ പ്ലാൻ. ഇപ്പൊ ഞാൻ എല്ലാം അറിഞ്ഞിട്ടും അവർ സമ്മതിക്കാൻ തയ്യാറാവുന്നില്ല. ഓ, അപ്പൊ അങ്ങനെയായിരുന്നു കാര്യങ്ങൾ. നിങ്ങൾ സെപ്പറേറ്റ് ആണല്ലേ? അതെ ഡോക്ടർ, അവള് എനിക്കെതിരെ ഡിവോഴ്സിന് കേസ് കൊടുത്തിരിക്കുക. അവളെന്നെ വിട്ടുപോയിക്കോട്ടെ, പക്ഷെ എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം. ഇതിവിടെയല്ല പറയേണ്ടത്, കോടതിയിലാ. നിങ്ങൾ അങ്ങോട്ട് പോകാൻ നോക്ക്. കോടതിയിൽ പോകാനും തെളിവ് വേണ്ടേ ഡോക്ടറെ? ചിലങ്ക പ്രഗ്നന്റ് ആണെന്ന് ഒരു മെഡിക്കൽ റിപ്പോർട്ട് ഡോക്ടർ എനിക്ക് തരണം. അതൊന്നും പറ്റില്ല. നോക്ക്, ഇവിടെ അങ്ങനെ യാതൊരു റിപ്പോർട്ടും ഇല്ല. ചിലങ്കയോട് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് വരാനാ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ, അവള് ഡോക്ടറുടെ OP-യിൽ വന്നതിന് തെളിവുണ്ടാവുമല്ലോ? ആ, അത് ചിലപ്പോ ഹോസ്പിറ്റൽ രജിസ്റ്ററിലുണ്ടാവും. ഓഫീസിൽ ചോദിച്ച് കിട്ടുമെങ്കിൽ വാങ്ങിച്ചോ. സിസ്റ്റർ, പുറത്തേക്ക് ഇറങ്ങണം.